നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിന്ന് പോകുന്നത് ഉത്തരാഖണ്ഡിലെ അധികമൊന്നും ആൾക്കാർ എത്തപ്പെടാത്ത മുൻഷിയാരി എന്ന ചെറിയ പട്ടണത്തിലേക്കാണ്. ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് എൻ്റെ ഈ വീഡിയോയിലുള്ളത്. മഞ്ഞ് മൂടിയ മലനിരകളും കുളിരുള്ള കാറ്റും പ്രകൃതിയുടെ നിശബ്ദതയും, അങ്ങനെ ഒരുപാട് പറയാനുണ്ട് ഈ മുൻഷിയാരിയെപ്പറ്റി. ഇവിടേക്ക് എങ്ങനെ എത്താം, എന്തെല്ലാം കാണാം, എന്തെല്ലാം ചെയ്യാം, എന്ത് കഴിക്കണം, ഇങ്ങനെ ഓരോ വിവരങ്ങളും ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ബെൻസൺസ് ട്രാവൽസ് എന്ന എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രാത്രി 10:30 പുറപ്പെടുന്ന റാണിഖേത്ത് എക്സ്പ്രസിൽ കയറിയാൽ നമുക്ക് രാവിലെ 5:30 ആകുമ്പോൾ ഹൽദ്വാനി സ്റ്റേഷനിലെത്താം. ഹൽദ്വാനി സ്റ്റേഷനിൽ 6:30 മണിവരെ നമുക്ക് മുൻഷിയാരിയിലേക്കുള്ള ടാക്സികൾ കിട്ടും. ഒരാൾക്ക് 1000 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. ടാക്സിക്കാരുടെ ഫോൺ നമ്പേഴ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഏതാണ്ട് 12 മണിക്കൂറോളം സമയമെടുക്കും നമുക്ക് ഹൽദ്വാനിൽ നിന്നും മുൻഷിയാരിയിലെത്താൻ. ഇനി നമുക്ക് മുൻഷിയാരിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ കാണാം എന്നൊക്കെ നോക്കാം. ഹൽദ്വാനിൽ നിന്നും മുൻഷിയാരിലേക്കുള്ള യാത്ര തന്നെ ഒരു അനുഭവമാണ്. പർവ്വതങ്ങൾ കയറിയും കാഴ്ചകൾ കണ്ടുമുള്ള യാത്ര ഒരു വല്ലാത്ത പ്രതീതിയാണ് ഓരോ യാത്രികനും സമ്മാനിക്കുന്നത്. രാംഗംഗ നദിയുടെ ഓരം പറ്റിയാണ് നമ്മുടെ യാത്ര. ന്യൂഡൽഹിയിൽ നിന്നും 25 മണിക്കൂർ കൊണ്ട് പിത്തോഡ്ഗഡ് വഴി എത്തുന്ന ഒരു ബസ് സർവീസും മുൻഷിയാരിയിലേക്കുണ്ട്. നിങ്ങൾക്ക് ഹിൽ ഡ്രൈവിംഗിൽ നല്ല വശമില്ലെങ്കിൽ മുൻഷിയാരിയിലേക്ക് സ്വയം കാർ ഓടിച്ച് യാത്ര ചെയ്യരുത്. വഴിയിൽ പലയിടത്തും ഈ വഴികളിൽ മരിച്ചവരുടെ പേരുവിവരങ്ങൾ എഴുതി വച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അത് വല്ലാത്തൊരു ഭീതിയും ഉണ്ടാക്കുന്നുണ്ട്. പൊതുവെ വീതി കുറഞ്ഞതും വിജനവുമായ റോഡുകളാണ് ഈ വഴിയുള്ളത്. എതിർദിശയിൽ നിന്ന് വണ്ടി വരുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം നമുക്ക് ഓടിക്കുവാൻ. ഹൽദ്വാനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതൽ മുൻഷിയാരിലെത്തുന്ന 12 മണിക്കൂർ സമയം വളരെ നല്ല കാഴ്ചകളും അനുഭവങ്ങളുമാണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ താമസിക്കുന്ന ഹോം സ്റ്റേയുടെ മുന്നിലുള്ള ഹിമാലയ പർവ്വതങ്ങൾ ഓരോ ദിവസവും ഓരോ കാഴ്ചകളാണ് എനിക്ക് സമ്മാനിച്ചത്. ഗുഡ് മോർണിംഗ്. ഇതെൻ്റെ മുൻഷിയാരിയിലെ 3ാമത്തെ പ്രഭാതമാണ്. സത്യത്തിൽ ഇന്നാണ് ശരിക്കും ഈ പർവ്വതനിരകളെ ഒന്ന് കാണാൻ കഴിയുന്നത്. ഓരോ ദിവസവും കാർമേഘം വന്ന് ഇതിനെ മറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ത് സൗന്ദര്യമാണ് ഈ പർവ്വതനിരകൾക്കൊന്ന് നോക്കിയേ. സൂര്യനിങ്ങനെ ഉദിച്ചു വരുന്നേ ഉള്ളൂ. വെള്ള കീറുന്ന സമയം. സൂര്യപ്രഭയിൽ മഞ്ഞ് വീണിടക്കുന്ന ഈ പാഞ്ചോളി പർവ്വതനിരകൾ കുറച്ചൊക്കെ മറയുന്നുണ്ട്. എന്നാലും പ്രകൃതിക്ക് ഇത്രയും സൗന്ദര്യമാണെന്ന് ഈ കാഴ്ച നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. മുൻഷിയാരിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ കൂടെ നടന്നു തന്നെ നമുക്ക് പല സ്ഥലങ്ങളും കവർ ചെയ്യാൻ പറ്റും. ഞാൻ പലപ്പോഴും നടന്നാണ് ഓരോ സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ധാരാളം കാഴ്ചകൾ കാണാനും അവിടുത്തെ ആൾക്കാരുമായി സംസാരിക്കാനും കഴിഞ്ഞു.
മുൻഷിയാരിൽ നിന്നും 35 കിലോമീറ്റർ ദൂരത്താണ് ബർത്തി ഫാൾ സ്ഥിതി ചെയ്യുന്നത്. 400 അടി ഉയരത്തിൽ നിന്നാണ് ബർത്തി ഫാളിലെ വെള്ളം വീഴുന്നത്. മഴക്കാലത്ത് ഇതിന്റെ കാഴ്ച വളരെ മനോഹരമായിരിക്കും. മുൻഷിയാരിയിലെ നമ്മുടെ ഐറ്റിനറിയുടെ ഒരു പ്രധാന ഭാഗമാണ് കലിയാറ്റോപ്പിലേക്കുള്ള ട്രക്കിംഗ്. കാടിന് നടുവിലൂടെ ഏതാണ്ട് 6 കിലോമീറ്റർ നടന്നിട്ട് വേണം നമുക്ക് കലിയാറ്റോപ്പിലെത്താൻ. 3 തൊട്ട് 4 മണിക്കൂർ സമയമെടുക്കും ഇത്രയും ദൂരം കവർ ചെയ്യാൻ. രാവിലെ തന്നെ കലിയാറ്റോപ്പിലേക്കുള്ള ട്രക്കിംഗ് തുടങ്ങുന്നതാണ് നല്ലത്. മഴക്കാലത്തും മഞ്ഞുകാലത്തും ഇതുവഴിയുള്ള ട്രക്കിംഗ് കുറച്ച് ദുഷ്കരമാണ്. ആവശ്യത്തിന് വെള്ളവും സ്നാക്സും ഒക്കെ കരുതിയിട്ട് വേണം ഈ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുവാൻ. കലിയാറ്റോപ്പിന്റെ 1 കിലോമീറ്റർ താഴെ ഒരു ബേസ് ക്യാമ്പ് ഉണ്ട്. അവിടെ നമുക്ക് അത്യാവശ്യം കഴിക്കാൻ വേണ്ട മാഗിയും മറ്റുള്ള സാധനങ്ങളും ഒക്കെ കിട്ടും. അതുപോലെ അവിടെ KVMNLന്റെ ചെറിയ കോട്ടേജസും ഉണ്ട്. അവിടെ താമസിച്ചിട്ട് കലിയാറ്റോപ്പിൽ പോയിട്ട് വരുന്നവരുമുണ്ട്. കലിയാറ്റോപ്പിന്റെ മുകൾ ഭാഗത്ത് നിറയെ പുൽത്തകടികളാണ്. ഇവിടെ നമുക്ക് കുറച്ചേറെ സമയം ചെലവഴിക്കാൻ കഴിയും. നന്ദാദേവിക്ക് സമർപ്പിച്ചിട്ടുള്ള അമ്പലമാണ് മുൻഷിയാരിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാഴ്ച. മുൻഷിയാരി ടൗണിൽ നിന്നും ഏതാണ്ട് 4 കിലോമീറ്റർ ദൂരെയാണ് നന്ദാദേവി ക്ഷേത്രം. ഇവിടെ എല്ലാ വർഷവും നടക്കുന്ന ഉത്സവം വളരെ പ്രശസ്തമാണ്. 30 രൂപയുടെ ഒരു എൻട്രി ഫീസ് കൊടുത്തിട്ട് വേണം അമ്പലത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുവാൻ. ഈ അമ്പലത്തിന്റെ ഡെവലപ്മെന്റിനും മെയിൻ്റനൻസിനും വേണ്ടിയാണ് ഈ എൻട്രി ഫീസ് അവർ ഉപയോഗിക്കുന്നത്. വലിയൊരു മൈതാനത്തിന്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ചെറിയൊരു അമ്പലമാണ് ഇത്. എങ്കിലും ഇവിടുത്തുകാർക്ക് ഈ അമ്പലത്തിന്റെ മുകളിലുള്ള വിശ്വാസം വളരെ വലുതാണ്. അവരുടെ പ്രധാന ആഘോഷങ്ങളും ഒക്കെ നടക്കുന്നത് ഈ അമ്പലത്തിൽ വെച്ചാണ്. അന്ന് സമീപ ഗ്രാമങ്ങളിലെ ആൾക്കാർ ഇവിടെ വരാറുണ്ട്. ഹിമാലയത്തിൽ പൊതുവെ കാണുന്ന അമ്പലങ്ങൾ ദേവി പ്രതിഷ്ഠയാണ് കൂടുതൽ. ദേവിയുടെ പല രൂപത്തിലുള്ള പ്രതിഷ്ഠകൾ നമുക്ക് ഹിമാലയൻ അമ്പലങ്ങളിൽ കാണാൻ കഴിയും. 3 വശവും ഹിമാലയ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ അമ്പലം കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. മുൻഷിയാരി ടൗണിൽ നിന്നും ഏതാണ്ട് 4 കിലോമീറ്റർ താഴോട്ട് യാത്ര ചെയ്താൽ നമുക്ക് ഈ ട്രൈബൽ മ്യൂസിയത്തിലെത്താം. മുൻഷിയാരിയിലെ ബോട്ടിയ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വിവിധ സാധനങ്ങളാണ് ഇവിടെ പ്രധാനമായും ഡിസ്പ്ലേക്കായിട്ട് വെച്ചിട്ടുള്ളത്. ചെറിയൊരു കുന്നിന്റെ മുകളിലാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. താരതമ്യേന ചെറിയ മ്യൂസിയം ആണെങ്കിലും കുറേയേറെ കാഴ്ചകൾ ഈ മ്യൂസിയം തരുന്നുണ്ട്. ഇവിടുത്തെ ബോട്ടിയ വിഭാഗത്തിന്റെ കൾച്ചറും അവരുപയോഗിച്ച പാത്രങ്ങളുമൊക്കെ ഇവിടെ ഡിസ്പ്ലേക്കായി വെച്ചിട്ടുണ്ട്. ഇതൊരു പ്രൈവറ്റ് മ്യൂസിയമാണ്. മ്യൂസിയത്തിന്റെ ചുവരുകളിൽ കുമിയോണി ജനങ്ങളുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. തബല വായിക്കുന്നവരും നൂൽ നെയ്യുന്നവരും ഹുക്ക വലിക്കുന്നവരുമൊക്കെ ഈ ചിത്രങ്ങളിലുണ്ട്. 30 രൂപയാണ് ഈ മ്യൂസിയത്തിലേക്കുള്ള എൻട്രി ഫീസ്. അത് കയറി കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ കൊടുക്കണം. 2000 ആണ്ടിലാണ്
ഷെർ സിംഗ് പാങ്തി എന്ന ഹിസ്റ്ററി ടീച്ചർ ഈ മ്യൂസിയം ഇവിടെ സ്ഥാപിച്ചത്. അദ്ദേഹത്തിൻ്റെ ഫാമിലിയാണ് ഇപ്പോഴും ഈ മ്യൂസിയം നടത്തിക്കൊണ്ടു പോകുന്നത്. മ്യൂസിയത്തിൽ വീഡിയോഗ്രാഫി നിഷേധമായതുകൊണ്ട് അവിടെ ഇരിക്കുന്ന കെയർടേക്കറിൻ്റെ പെർമിഷൻ എടുത്തിട്ടാണ് ഞാൻ കുറേ ഷോട്ട്സ് എടുത്തത്. പിന്നെ കുറേ ഫോട്ടോകൾ എടുക്കാൻ അദ്ദേഹം സമ്മതിച്ചു. ബോട്ടിയ സ്ത്രീകളുടെ വസ്ത്രധാരണ രീതിയും അരി പൊടിക്കുന്ന ഗ്രൈൻഡറും പാലിൽ നിന്ന് കടഞ്ഞ് വെണ്ണയെടുക്കുന്ന ഉപകരണങ്ങളുമൊക്കെ ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. മർത്തോമ സഭയുടെ ടിബറ്റൻ മിഷൻ ഇൻചാർജ് ആയിരുന്ന റെവറൻഡ് എ കെ ജോർജിന്റെ ചിത്രവും ഇവിടെ വെച്ചിട്ടുണ്ട്. മറ്റ് പല ഹിമാലയൻ സംസ്ഥാനങ്ങളിലും പ്രദേശങ്ങളിലും കാണുന്ന പോലെ തന്നെ സാധാരണക്കാരായ ആൾക്കാരാണ് ഇവിടെയും കൂടുതലായിട്ടുള്ളത്. അവരുടെ ജീവിത രീതികളെന്ന് പറയുന്നത് ആടുമേയ്ക്കലും കൃഷിയും ഒക്കെയാണ്. ആടുകളുടെ രോമവും പാലും മാംസവും ഒക്കെ മുൻഷിയാരിയിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങളിലൊന്നാണ്. ഇവിടുത്തെ സ്ത്രീകളും പൊതുവെ നല്ല അധ്വാനശീലരാണ്. ഇവിടെ ഒരാൾ ഇറ കൊണ്ട് ബാസ്ക്കറ്റും മറ്റുമൊക്കെ ഉണ്ടാക്കുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഈ തൊഴിൽ എന്നേ അപ്രത്യക്ഷമായിരിക്കുന്നു. മുൻഷിയാരിലെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ജോലികളൊക്കെയാണ് ഇവർക്ക് കിട്ടാറ്. ഇതുകൊണ്ട് കിട്ടുന്ന ഒരു ദിവസത്തെ വരുമാനം എന്ന് പറയുന്നത് 300-400 രൂപയാണ്. ഈറ കൊണ്ടുണ്ടാക്കിയ ഈ വലിയ ബാസ്ക്കറ്റുകൾ ചുമന്ന് മല കയറുന്ന സ്ത്രീകൾ ഇവിടുത്തെ സാധാരണ കാഴ്ചയാണ്. नहीं ये ऑर्डर में आप बना रहे क्या किसी का? हाँ तो कपड़ा भी आपने लेके आके नाप लेके कितने रुपए में बेचता है? हाँ ഇവിടെ ഒരു ടൈലർ ഇരുന്ന് ഒരു കോട്ട് ഫൈനലൈസ് ചെയ്യുകയാണ്. ആട്ടിടയന്മാർക്ക് വേണ്ടിയുള്ള കോട്ടാണെന്നാണ് പറഞ്ഞത്. 5000 രൂപയാണ് ഇതിൻ്റെ വില. നല്ല കട്ടിയുള്ള വൂള് കൊണ്ടാണ് ഈ കോട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ആട്ടിടയന്മാരൊക്കെ മലമുകളിൽ പോകുമ്പോൾ അവിടുത്തെ തണുപ്പിന് പറ്റിയ കോട്ടായിരിക്കണമല്ലോ ഇത്. മുൻഷിയാരിയിലെ ചില ജീവിതങ്ങളാണ് ഈ ചിത്രങ്ങളിലുള്ളത്. (2011) സെൻസസ് അനുസരിച്ചിട്ട് ഏതാണ്ട് 50,000-ഓടടുത്ത് ആൾക്കാരാണ് മുൻഷിയാരിയിൽ താമസിക്കുന്നത്. പ്രധാനമായും ബോട്ടിയ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇവിടെയുള്ളത്. മറ്റുള്ള കമ്മ്യൂണിറ്റീസും കുറച്ചൊക്കെ ഉണ്ട്. ഏതാണ്ട് 20,000-ഓടടുത്ത് സമീപ ഗ്രാമങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഗ്രാമീണർ എത്തുന്നതും മുൻഷിയാരിയിലേക്കാണ്. സാധാരണ ഏതൊരു ഉത്തരേന്ത്യൻ ഗ്രാമത്തിൽ കാണുന്ന പോലെ ഒരു അടുക്കും ചിട്ടയും ഇല്ലായ്മയും വൃത്തിഹീനതയുമൊക്കെ മുൻഷിയാരിയിലുമുണ്ട്. ഇത് മുൻഷിയാരിയിലെ ഫുട്ബോൾ സ്റ്റേഡിയമാണ്. മെയ് ജൂൺ മാസങ്ങളിൽ ഇവിടെ ഫുട്ബോൾ ടൂർണമെന്റുകളൊക്കെ നടക്കാറുണ്ട്. മുൻഷിയാരിക്ക് നല്ലൊരു ഫുട്ബോൾ ടീമുണ്ട്. മുൻഷിയാരിയിൽ പൊതുവെ ഡൈനിങ് റെസ്റ്റോറൻറ്റ്സ് കുറവാണ്. ആകെ ഉള്ളത് 1-2 റെസ്റ്റോറൻറ്റ്സ് ആണ്. നമ്മൾ ഹോം സ്റ്റേയിലോ മറ്റോ താമസിക്കുകയാണെങ്കിൽ ആ വീട്ടുകാർ തന്നെ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരും. അത് നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് ലോക്കൽ ഫുഡ് കഴിക്കാനുള്ള ഒരു അവസരവും കിട്ടുമല്ലോ. हम भी एक ही बेटा है, लेकिन हम निकल गए बाहर. मेरा पिताजी भी बाहर निकल गए थे. हम लोग ना बाहर निकलता है नौकरी के लिए. മുൻഷിയാരി നഗരമധ്യത്തിലുള്ള ആൽപൈൻ ഗ്ലോ കഫേയാണ് ഇവിടുത്തെ
പ്രധാനപ്പെട്ട റെസ്റ്റോറൻറ്റുകളിലൊന്ന്. ചെറിയ ഒരു ബുക്ക് ഷെൽഫും ബോട്ടിയ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ചിത്രങ്ങളൊക്കെ ഇവരുടെ ചുമരുകളിലുണ്ട്. ഞാൻ ഇവരുടെ ഫ്രൈഡ് റൈസും നൂഡിൽസും ഒക്കെ കഴിച്ചിരുന്നു. ഇവരുടെ പ്രൈസിങ്ങും വളരെ റീസണബിൾ ആണ്. ഹോം സ്റ്റേ ആണ് മുൻഷിയാരിയിൽ താമസിക്കാൻ പറ്റിയ ഇടങ്ങളിലൊന്ന്. ധാരാളം ഹോട്ടലുകളും ഇപ്പോൾ വന്നിട്ടുണ്ട്. ഹോം സ്റ്റേയുടെ വാടക 600 തൊട്ട് 1000 രൂപ വരെയാണ്. മിക്കവാറും ഹോം സ്റ്റേകളും ഫുഡും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ആഹാരം കഴിക്കാൻ പുറത്തു പോകേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ ഗ്രാമീണരും പൊതുവെ വളരെ ഫ്രണ്ട്ലിയാണ്. ഡൽഹിയിൽ നിന്നും മുൻഷിയാരി വരെയുള്ള യാത്രാക്കൂലി ഉൾപ്പെടെ എനിക്ക് 5 രാത്രികൾക്കും 6 പകലുകൾക്കും ചിലവായ തുക ഏതാണ്ട് 10000 രൂപയ്ക്ക് അടുത്ത് മാത്രമാണ്. വളരെ എക്കണോമിക്കലായിട്ട് നമുക്ക് മുൻഷിയാരി കണ്ട് മടങ്ങാൻ നോക്കും. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് കരുതട്ടെ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ദിസ് ഈസ് ബെൻസൺ ജോൺ സൈനിങ് ഓഫ് ഫ്രം ബെൻസൺസ് ട്രാവൽസ്.